ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബെല്ലുണ്ട്, എടുക്കുന്നില്ല. കട്ട് ചെയ്യുക. ഒന്നും അറിയാത്തതുപോലെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി അവളിരുന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്റെ പ്രിയങ്ക മോളെ കൊന്ന അവളെ വെറുതെ വിട്ടിട്ട് ഞാൻ ചത്തോട്ടേന്നോ? ആ സ്ഥാനം ഒന്ന് കിട്ടിയിട്ട് വേണം അച്ഛനറിയാത്ത ചില കണക്കുകൾ എനിക്ക് തീർക്കാൻ. അതെന്താടാ ഞാൻ അറിയാത്തൊരു കണക്ക്? അതെന്റെ സ്വകാര്യത അച്ഛ, അച്ഛനത് വിട്ടേക്ക്. ആഹാ, രണ്ടാളും ഒന്നിച്ചാണോ? ഞങ്ങള് രണ്ടുപേരും മാത്രമാക്കണ്ട, താനും ഒരെണ്ണം കഴിച്ചു. എനിക്ക് വേണ്ട, മദ്യം കഴിക്കാതെ തന്നെ ഞാൻ ഹാപ്പിയാ. കണിമംഗലത്തിനകത്ത് എന്തൊക്കെയാ നടക്കുന്നേ? എന്റെ ചന്ദ്രേട്ടാ, അച്ഛൻ മകന്റെ നേരെ കൈ ചൂണ്ടുന്നു, മകൻ അച്ഛനോട് ബഹളം വെക്കുന്നു. എന്തായാലും ചന്ദ്രേട്ടന്റെ അമ്മ ഒന്ന് ഒതുങ്ങി കിട്ടിയല്ലോ, പേടിച്ചിട്ടേ. അച്ഛാ, ഇനി എങ്ങനെയാ മുന്നോട്ട്? പോലീസിൽ എന്റെ വിശ്വസ്തനായ ഒരാളുണ്ട്. അയാളോട് ഞാൻ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസും അയച്ചു കൊടുത്തു. അത് വെച്ച് സൂര്യയും വരുണിനെയും രാധികയും അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാന്ന് അയാൾ പറഞ്ഞു. അത് നടക്കട്ടെ. ഏട്ടൻ വെറുതെ ഇരിക്കില്ല. പണവും സ്വാധീനവും കൊണ്ട് മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എടുത്ത് പ്രയോഗിക്കാൻ ഒരു ആയുധമുണ്ട്, ഒരു ആക്ഷൻ കൗണ്ട്. കണ്ടിട്ടില്ലേ, നാട്ടില് ചില കൊലപാതകങ്ങൾ നടക്കുമ്പോ കുറ്റവാളികൾ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ രംഗത്തിറങ്ങുന്നേ. അതിൽ പലതും ജനുവിനാ, പക്ഷേ ചിലപ്പോ വേറെ ചിലര് കരുതി കൂട്ടിയിറങ്ങും. അതെന്തിനാ? കുളം കലക്കാൻ. അങ്ങനെയുള്ളവരും നമ്മുടെ കൈപ്പിടിയിലുണ്ട്. അവര് കണിമംഗലത്തേക്ക് ജാഥ നയിക്കും, കണിമംഗലത്ത് കല്ലെറിയും. അതിന്റെ പേരിൽ പോലീസ് ഇടപെടലുണ്ടാവും. അപ്പൊ പിന്നെ പോലീസ് സംരക്ഷിക്കുന്നു. എന്നാൽ നാണക്കേടിൽ നിന്ന് ഒഴിവാകാൻ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കൽപ്പന നമ്മുടെ കൂടെ കൂടാൻ നോക്കും. അവളൊരു ബാധ്യതയാണ്. പലപ്പോഴും അവള് നിറം മാറി കളിച്ചിട്ടുണ്ട്. അതിന് പകരം വീട്ടാൻ നമുക്ക് കിട്ടുന്ന അവസരമാണ്. ഒരു കാരണവശാലും അതിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കരുത്. അവര് 3 പേരും പോകുമ്പോ കൽപ്പനയും കണിമംഗലത്തുനിന്ന് പോണം, അല്ല അച്ഛാ? സംശയം എന്താടാ? കണിമംഗലത്തിന് നമ്മളെ വേണ്ടൂ, നമ്മൾ മാത്രം മതി. നമ്മൾ പല കൊടുങ്കാറ്റുകളുണ്ടാക്കി. കണിമംഗലത്തിന്റെ ഉത്തരം ഇളകിയില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് ശാന്തമായിരിക്കുമ്പോ ഒരു ചെറു കാറ്റടിച്ച് കണിമംഗലം നിലംപൊത്തി. ഇതെന്താ ഇത്? ഒരു ബെസ്റ്റ് വിഷസും പറഞ്ഞെന്നെ യാത്ര അയക്കേണ്ടതല്ലേ? പിന്നെ ഇങ്ങനെ മുഖം താഴ്ത്തിയിരുന്നാലോ? നീ പോന്നതൊക്കെ സന്തോഷമാ, പക്ഷേ ഇപ്പൊ എന്തോ മനസ്സിനൊരു വല്ലാത്ത വിഷമം പോലെ. എന്താ, ഞാൻ ഈ പോക്ക് പോയാ തിരിച്ചു വരില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരു യാത്രയ്ക്ക് പോകുമ്പോ അങ്ങനെയൊന്നും പറയരുത്. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ മുത്തശ്ശിയുടെ മോള് നന്നായി വരും. പോട്ടെ. എന്റെ പ്രിയങ്ക മോളില്ലാത്ത ഈ ലോകത്ത് എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഇനി ആരെ കാണാനാ, ആരുടെ സന്തോഷം കാണാനാ? അവള് ജയിക്കണം ജയിക്കണമെന്ന് പറഞ്ഞ് നടന്നിട്ട്
അവളെ എല്ലാവരും കൂടി തോൽപ്പിച്ചു. അപ്പൊ എനിക്കും ആ വഴി തന്നെ. മോളെ, സുകുമാരി അമ്മയുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ലേ? അറിയില്ല. മോൾ അതിലൊന്ന് വിളിച്ചു നോക്കിയേ. മോശം. ബെല്ലുണ്ട്, എടുക്കുന്നില്ല. കട്ട് ചെയ്യുക. ഒന്നും അറിയാത്തതുപോലെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി അവളിരുന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്റെ പ്രിയങ്ക മോളെ കൊന്ന അവളെ വെറുതെ വിട്ടിട്ട് ഞാൻ ചത്തോട്ടേന്നോ? അവളോട് പ്രതികാരം ചെയ്യണം. അവളെ ജയിലിൽ അടയ്ക്കണം. അതാ എന്റെ മോളോട് ഞാൻ ചെയ്യേണ്ടത്. അവള് ജയിലിലായി കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എന്റെ പ്രിയങ്ക മോളുടെ അടുത്തേക്ക് പോവൂ.